പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചേട്ടാ, ആവശ്യം എന്തെങ്കിലും വിളിച്ചാൽ മതി. അവന് ഇനി വന്നാലേ ഒന്നും നോക്കണ്ട, അവന്റെ പൂതി നമുക്ക് തീർത്തു കൊടുക്കാം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ അപ്പുറത്തുണ്ട്, അവർ പറഞ്ഞു. ഷാജി ഒരു ഇളം ചിരിയോടെ അവരെ നോക്കി തലയാട്ടി. അവര് പോയതും ബാക്കി എല്ലാവരും അകത്തേക്ക് കയറി. സന്ധ്യ വേഗം ചെന്ന് വേണിയുടെ മുറിയിലേക്ക് എത്തി നോക്കി. ഇല്ല, പുറത്തെ ബഹളങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. സന്ധ്യ ഹാളിലേക്ക് ചെന്നു. കൊച്ചറിഞ്ഞോ ആ വന്നത്? മുരളി ചോദിച്ചു. ഇല്ല, ഉറക്കത്തില, അവർ പറഞ്ഞു. അറിയാ, ആ വെറുതെ ഇരിക്കില്ല കേട്ടോ, അവന് സൂക്ഷിക്കണം, നന്ദൻ പറഞ്ഞപ്പോൾ അയാളൊന്ന് തലകുലുക്കി. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ കുറച്ച് മെനക്കേടാവുമല്ലോ. നന്ദന്റെ ഭാര്യയാണത് പറഞ്ഞത്. ആ, ഇനി മെനക്കേടായാലും വേണ്ടില്ല, ആ നാറിയുടെ കൂടി ഇനി മോളെ ഞാൻ വിടില്ല, സന്ധ്യ രോഷം കൊണ്ടു. അത് അത്രയുള്ളൂ എന്റെ ചേച്ചി, ഇനി അവൻ വന്നാലും അവന്റെ സൂക്കേട് തീർത്തു കൊടുക്കാം, നന്ദനെ ആശ്വസിപ്പിച്ചു. പിന്നെ ഏറെ നേരം സംസാരിച്ചാണ് അവർ പിരിഞ്ഞത്. വേണിയുടെ വീട്ടിൽ നിന്ന് വളരെ നിരാശയോടെയും ദേഷ്യത്തോടെയുമാണ് ഹരീഷ് വീട്ടിലെത്തിയത്. മുകളിലേക്കുള്ള സ്റ്റെയർ ധൃതിയിൽ കയറുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി വന്നിരുന്നു. ഹരീഷേ, ഒന്ന് അവിടെ നിൽക്ക്, സുധാമ സ്റ്റെയർ കയറുന്നവനെ വിളിച്ചു. അവനൊരു വല്ലായ്മയോടെ തിരിഞ്ഞു നോക്കി. മനപ്രയാസത്താൽ ഒറ്റ ദിവസം കൊണ്ട് പകുതിയായിരിക്കുന്നവരെ കണ്ട് അവൻ പിന്നെയും വല്ലാതെയായി. നീ എവിടെ പോയതായിരുന്നു? അവരുടെ ചോദ്യമാണ് അവൻ ഏതോ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ വേണിയുടെ അടുത്ത് മറുപടി പറയുമ്പോൾ അവനൊന്ന് പതറി. എന്തിനാ നീ അവിടെ പോയത്? അമ്മ വേണിയൊന്ന് കാണാൻ, അവൾ തിരിച്ചുകൊണ്ട് വരാൻ വേണ്ടി. പക്ഷേ അവരെന്നെ അവളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല അമ്മേ. പറഞ്ഞിരുത്തുമ്പോൾ അവനിൽ പിന്നെയും നിരാശ വന്നിരുന്നു. പക്ഷേ സുധാമയ്ക്ക് ആ അരിശം തോന്നി അവന്റെ സംസാരം കേട്ട്. പിന്നെ നീ ചെയ്തു വെച്ച അവര് നിന്നെ ആ പടി കയറ്റോ? അല്ലെങ്കിൽ തന്നെ എന്തിനാ നീ അവളെ വിളിച്ചോണ്ട് വരുന്നേ? അവള് നിനക്ക് വേണമായിരുന്നെങ്കിലേ, അവളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഹരീഷേ. ഇനി അതിനെ ദ്രോഹിക്കാൻ പോണ്ട. അതോ ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് മതിയായില്ലേ? നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിച്ചിരുന്നടാ, ഇപ്പോ എല്ലാം നശിപ്പിച്ചില്ലേ? എന്തിനാ ഹരീഷെ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ആ ഒരു ദേഷ്യം പോയി സങ്കടം നിറഞ്ഞ് വാക്കുകൾ ഇടറി. ഹരീഷ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ, എന്നോട് ക്ഷമിക്കാമ്മ, ഞാൻ ചെയ്തത് തെറ്റാ, എനിക്കിപ്പോ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വേണി, ഞാനിനി എന്താ ചെയ്യേണ്ട അമ്മേ? അമ്മ പറ. അവരുടെ കൈ പൊതിഞ്ഞു പിടിച്ച് അവൻ വിങ്ങിക്കരഞ്ഞു. സുധാമൊന്ന് നീട്ടി ശ്വാസം അയച്ചു. പിന്നെ പറഞ്ഞു, അവളെ വിട്ടേക്ക്, ഇനി വേണിയെ കാണാനോ ഒന്നിനും നീ പോവരുത്. തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്താ. നീ ഇനി മാപ്പ് പറഞ്ഞാലും നന്നായാലും അവൾ ഇനി ഇങ്ങോട്ട് വരില്ല. അങ്ങനെ നിന്നോട് അവൾ ക്ഷമിക്കായിരുന്നെങ്കിൽ താരി ഊരി വെച്ച് അവൾ പോയില്ലായിരുന്നു. അമ്മ പറയുന്നൊന്ന് അനുസരിക്ക് നീ. ഹരീഷ് അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി കുറച്ചു നേരം, പിന്നെ മെല്ലെ തലയനക്കി. അമ്മയുടെ കൈ വിടുവിച്ച് അവൻ മുകളിലേക്ക് നടന്നു. സുധാമ ഒരു നെടുവീർപ്പോടെ നോക്കി നിന്നു. പിന്നെ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കള പുകഞ്ഞിട്ടില്ല. അവർ ചായപാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തീ പിടിപ്പിച്ചു. സുഗുണൻ ഗീതയും നന്ദനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇളയച്ചനും മറ്റാരും പിന്നെ ഇങ്ങോട്ട് വന്നതുമില്ല. തീർത്തും ഒറ്റപ്പെട്ടിരുന്നവർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജനലിനപ്പുറത്തെ ഏതോ കാഴ്ചയിൽ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുകയാണ് വേണി. സന്ധ്യയും ഷാജി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടത് അതായിരുന്നു. കാലച്ച കേട്ട് വേണി തിരിഞ്ഞു നോക്കി. വേണി, ഇവിടെ വായോ, ഇവിടെ ഇരിക്കുക. കട്ടിലിരുന്നുകൊണ്ട് അയാൾ അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തു വന്നവളെ അച്ഛൻ്റെ അമ്മയുടെയും നടുവിലായി ഇരുത്തുകയും ചെയ്തു. മോളെ, അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ ആയതിൽ. ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് നടന്നൊരു കല്യാണമായിരുന്നു അത്. അന്ന് മോള് പറഞ്ഞ പോലെ പഠിച്ചാൽ മതിയായിരുന്നു. ഇടിപിടിയുന്നൊരു കല്യാണം വേണ്ടിയിരുന്നില്ല. നല്ലതാവുന്ന കരുതി അച്ഛൻ. അയാളൊരു നെടുവീർപ്പോടെ പറഞ്ഞു. ഇനിയിപ്പോൾ എത്ര പറഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും ശരിയാവുകയില്ല. പുറകിലോട്ട് പോയി ഒന്നും തിരുത്താനും കഴിയില്ല. എൻ്റെ മോളൊക്കെ മറക്കണം, മെല്ലെ മറക്കാൻ ശ്രമിക്കണം. എന്നിട്ട് മോളുടെ ആഗ്രഹം പോലെ ഇനിയും പഠിക്കണം. വേണി അച്ഛനെയും അമ്മയും നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു, ഒന്നും വേണ്ടച്ച, ആ ആഗ്രഹങ്ങളൊന്നും ഇപ്പം ഇല്ല. ഞാനിനി വല്ല ജോലിക്കും പോവാം. അവരൊരു വല്ലായ്മയോടെ നോക്കി. അവളൊന്നുകൂടെ ചേർത്ത് പിടിച്ചു. ജോലിയോ? അതൊന്നും ഇപ്പൊ വേണ്ട മോളെ. നിന്റെ ആഗ്രഹമായിരുന്നില്ലേ PG ചെയ്യാൻ? അത് നടക്കട്ടെ, അത് മതി. ഷാജി അപ്പോൾ തന്നെ അതിനെതിർത്തു. അതേ വേണി, ജോലിയെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഇപ്പോൾ. PG അല്ലെങ്കിൽ മറ്റു വല്ല കോഴ്സോ നോക്കാം നമുക്ക്, സന്ധ്യയും പറഞ്ഞു. അവൾ അമ്മയെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ റൂമിനകത്ത് തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് വായോ. ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മൂടിക്കെട്ടി ഇരിക്കുകയുള്ളൂ. എത്രയെന്ന് വെച്ചാൽ അതിനകത്ത് ഇരിക്കുക. അതും ആലോചിച്ച് മനസ്സ് വിഷമിച്ച മതി. വായോ, ഹാളിലെ ഉമ്മർത്ത് വന്നിരിക്കുക. സന്ധ്യ പിന്നെയും കാര്യമായ അവളോട് പറഞ്ഞു. അവളൊന്ന് മൂളി. ഞാൻ വരാമ്മ, വന്നോളാം, എൻ്റെ മനസ്സൊന്ന് ശരിയാവട്ടെ, അവൾ മടുപ്പോടെ മെല്ലെ പറഞ്ഞു. അതോടെ ഷാജിയും സന്ധ്യ എണീറ്റു. മെല്ലെ അവളെ ഒന്ന് തലോടി രണ്ടുപേരും പുറത്തേക്ക് കടന്നു. വേണി അസ്വസ്ഥയോടെ കട്ടിലേക്ക് കിടന്നു. ഷാജി ഹോട്ടലിലേക്കും അമൽ സ്കൂളിലേക്കും ഇറങ്ങി. സന്ധ്യ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ അവർ കറിക്ക് വെച്ചതിന്റെ തീയൊന്ന് കുറച്ച് മുൻവശത്തേക്ക് നടന്നു. ഇടയ്ക്ക് വിശേഷം അറിയാൻ വരുന്ന ബന്ധുക്കൾ ആരെങ്കിലും ആവുമെന്ന് ഈർഷ്യയോടെ ഓർത്തുകൊണ്ടാണ് അവർ വാതിൽ തുറന്ന്
പക്ഷേ ഉമ്മറത്ത് അക്ഷമയോടെ നിൽക്കുന്ന ഹരീഷിനെ കണ്ടവർ ഞെട്ടി. നീ എന്താ ഇവിടെ? നിന്നോട് ഇവിടെ വരുതെന്ന് പറഞ്ഞല്ലേ? സന്ധ്യ പെട്ടെന്ന് അവനോട് കയർത്തി ചോദിച്ചു. അമ്മ പ്ലീസ് ബഹളം വെക്കല്ലേ. ഒരൊറ്റ തവണ ഞാൻ അവിടെ നിന്ന് കണ്ടോട്ടെ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ആ കണ്ണു നിറച്ച് അവിടെ കാലിലേക്ക് വീഴാൻ ശ്രമിച്ചു. സന്ധ്യ പെട്ടെന്ന് പിന്നിലേക്ക് മാറിയെന്നു. നിന്റെ വേഷം കെട്ടലൊന്നും ഇവിടെ വേണ്ട. കാല് പിടിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഹരീഷേ. ഇതിനേക്കാൾ മനസ്സൊന്നും എന്റെ കുഞ്ഞിരിപ്പുണ്ട്. എങ്ങനെ തോന്നിയടാ നിനക്ക് എന്റെ കുഞ്ഞിനെ ചതിക്കാൻ? നീയും മറ്റവളും കൂടെ ചെയ്തു കൂട്ടിയൊന്നും പോരല്ലേ? ഇനിയും ദ്രോഹം ചെയ്യാതെ പോവിടുന്ന്. എന്റെ മോൾക്കിനി നിന്നെ കാണിയേ വേണ്ട. ഇവിടെ നിന്ന് നാടകിറക്കിയിട്ട് കാര്യമില്ല. പോവാൻ നോക്കി നീ, ഇല്ലേ ഞാനിപ്പോ ആള് വിളിച്ചു കൂട്ടും. സന്ധ്യക്ക് അവനെ കാണുന്തോറും സംസാരിക്കുന്തോറും ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം അവൾ കിണറ്റിൽ ചാടാൻ ശ്രമിച്ചതും അവരുടെ ഓർമ്മയിലേക്ക് വന്നു. ഇവൻ കാരണം തനിക്ക് തന്റെ മകളെ നഷ്ടമാവുമായിരുന്നു എന്ന ചിന്ത അവരവരെ സമയം നടക്കുകയും ഹരീഷിനോടുള്ള ദേഷ്യം ആളി കത്തിക്കുകയും ചെയ്തു. ഇപ്പോഴും തൊഴുകയോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവനോട് അവർക്ക് അല്പം പോലും ദയ തോന്നിയില്ല. അമ്മേ! വേണിയുടെ ഒച്ച പുറകിൽ കേട്ടതും സന്ധ്യ ഒരു ഞെട്ടലോടെയും ഹരീഷ് ഒരു ആർത്തിയോടെയും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. അപ്രതീക്ഷിതമായി ഹരീഷിനെ കണ്ടവളൊന്ന് ഞെട്ടി. അമ്മ ആരോടോ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കേട്ടാണ് അവൾ പുറത്തേക്ക് വന്ന്. അയാളെ അവളോട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വേണിയെ കണ്ടതും ഹരീഷ് ഞൊടിയിടയിൽ സന്ധ്യയെ കടന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു. സന്ധ്യ ആകെ പരിഭ്രാന്തിയോടെ നിന്നു. വേണി, ഞാൻ നിന്നെ വാക്കുകൾ കിട്ടാതെ പ്രയാസപ്പെട്ടു. ഒന്നും പ്രതികരിക്കാതെ കണ്ണുകൾ മുറുക്കി അടച്ച് അങ്ങനെ നിന്നു അവൾ. എനിക്ക് തെറ്റുപറ്റി വേണി. ഞാൻ ചതിയാണ് ചെയ്തത്. പൊറുക്കാനും മറക്കാനും നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ മാപ്പ് ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം വേണി. കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ടാൻ പറഞ്ഞു. നിർവികാരതയോടെ നിന്നവളെ സന്ധ്യ നോക്കി. 1-2 നിമിഷം കടന്നുപോയി. മറുപടി ഏതുമില്ലാതെ അവനെ നോക്കാൻ പോലും ശ്രമിക്കാത്തവളെ നോക്കി ഹരീഷ് ആത്മനിന്ദയോടൊന്ന് പുഞ്ചിരിച്ചു. ഇനി ഞാനൊരു ശല്യത്തിനും വരില്ല വേണി. എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നോക്കാം. മാപ്പ്. ആ കൂപ്പുകയോടെ അവൻ തിരിഞ്ഞടന്നു. സന്ധ്യക്ക് നേരെയും ആ കൈകളോടൊന്ന് നോക്കി അവൻ പുറത്തേക്ക് നടന്നു. എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. അവന്റെ മനസ്സ് പഴിച്ചുകൊണ്ടിരുന്നു. ഹരീഷിന്റെ ബൈക്ക് അവിടുന്ന് പോയി കഴിഞ്ഞതും സന്ധ്യ വേണിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ! തോളിൽ കൈവച്ച് വിളിച്ചവരെ നോക്കി വേണി അകത്തേക്ക് നടന്നു. സന്ധ്യ അപ്പോൾ തന്നെ ഷാജി വിളിച്ച് കാര്യം പറഞ്ഞു. ഹരീഷ് വന്നറിഞ്ഞ് അയാളൊന്ന് പേടിച്ചെങ്കിലും അവൻ പറഞ്ഞെല്ലാം സന്ധ്യയിൽ നിന്ന് കേട്ടപ്പോൾ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. അന്ന് ഹരീഷുമായി വഴക്കുണ്ടായപ്പോൾ അവന്റെ വെല്ലുവിളികളെല്ലാം കേട്ടിട്ട് അയാൾക്ക് മനസ്സിൽ ഭയമുണ്ടായിരുന്നു. ഹരീഷ് ഡിവോഴ്സിന് സമ്മതിക്കാതിരിക്കുമോ എന്നെല്ലാം ചിന്തിച്ച് എന്തായാലും അയാളുടെയും സന്ധ്യയുടെയും മനസ്സിലെ വലിയൊരു ഭാരം ഇറങ്ങി. കുറച്ച് ദിവസങ്ങൾ കൂടെ മുന്നോട്ട് പോയി. ഹരീഷ് ജോലിക്ക് പോയി തുടങ്ങി. നാട്ടിലും ജോലി സ്ഥലത്തുമെല്ലാം എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ആളുകളുടെ കളിയാക്കലും പരിഹാസവും അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത് താൻ തന്നെ വരുത്തി വെച്ചാണെന്ന് ആലോചിക്കുമ്പോൾ അതിനെയൊന്നും മുഖവിലക്കെടുക്കാതെ നടന്നു അവൻ. പലർക്കും അയാൾ ഔഹിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആശ്ചര്യമായിരുന്നു. അത്രയേറെ സഹകരണവും നല്ല പെരുമാറ്റമായിരുന്നു അവന്. ഇതോടെ ഹരീഷ് ആകെ ഒതുങ്ങിപ്പോയി. ആളുകളെ ഫേസ് ചെയ്യാൻ അയാൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. ജോലിക്ക് പോവുകയും സാധാരണ ലൈഫിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു. സുധാമയ്ക്കാവട്ടെ വയ്യായിക തന്നെയാണ്. ഇപ്പോൾ അവർ ആ വീട്ടിൽ തന്നെയാണ്. കുടുംബത്തിലെല്ലാവർക്കും ഹരീഷിനോടും സുധാമയോടൊക്കെ ഒരു ദേഷ്യമാണ്. കുടുംബത്തിന് മാനം കെടുത്തിയതും പോരാഞ്ഞ് അച്ചമ്മ പറഞ്ഞ പോലെ നന്ദനെ കല്യാണം കഴിക്കാൻ ഹരീഷ് സമ്മതിക്കാത്തതും എല്ലാവരുടെയും വിരോധം കൂട്ടിയതേയുള്ളൂ. അന്ന് ആ പോക്ക് പോയതിൽ പിന്നെ സുഗുണനോ ഗീതയോ വന്നതോ വിളിച്ചതോ ഒന്നുമില്ല. സുധാമ അന്വേഷിക്കാനും പോയില്ല. വൈകുന്നേരം ഷാജി വീട്ടിലെത്തിയപ്പോഴേക്കും വേണിയും സന്ധ്യയും ചേർന്ന് ഹോട്ടലിലേക്കുള്ള പൊരിക്കടികൾ ഉണ്ടാക്കി വെച്ചിരുന്നു. വേണി ഇപ്പോൾ പഴയതുപോലെ എല്ലാവരോടും മിണ്ടാനും പെരുമാറാനും തുടങ്ങിയിരുന്നു. ജോലിക്ക് പോകാൻ വാശി പിടിച്ചപ്പോൾ ഷാജിയാണ് അവളോട് പറഞ്ഞ് ഹോട്ടലിലേക്ക് വൈകുന്നേരത്തെ കടികളും മറ്റും ഉണ്ടാക്കി വെക്കാൻ. മുൻപ് ഹോട്ടലിൽ അതെല്ലാം പുറത്തുനിന്നോ വാങ്ങിക്കായിരുന്നു പതിവ്. ഇതിപ്പോൾ വേണിക്കൊരു ജോലിക്ക് വേണ്ടിയാണ് ഷാജി ഇങ്ങനെ തീരുമാനിച്ചത്. പഠിത്തം പൂർത്തിയാവാതെ അവളെ പുറത്ത് ജോലിക്ക് വിടാൻ അയാൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹോട്ടലിലേക്ക് പൊരിക്കടികൾ ഉണ്ടാക്കാൻ അവളോട് പറഞ്ഞപ്പോൾ വേണിക്ക് വലിയ എതിർപ്പുമില്ലായിരുന്നു. സന്ധ്യക്ക് അതിനോട് വലിയ താല്പര്യവും ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണി സമ്മതിക്കുകയും ചെയ്തു. തിളച്ച എണ്ണയിൽ വേണി പരിപ്പോടെ വറുത്തു തുടങ്ങി. പഴംപൊരി ഉള്ളിവടയും ഉണ്ടാക്കി ഓരോ ചെറിയ കുട്ടകളിലാക്കി വെച്ചിട്ടുണ്ട്. സന്ധ്യ അടുത്തേന്ന് ഇലയട ഉണ്ടാക്കിയാണ്. ചെറിയ ചെറിയ വർത്തമാനങ്ങളുമായി പണിയെടുക്കുമ്പോൾ വേണിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്വയം ഉണ്ടാക്കിയെടുത്ത ധൈര്യവും ആത്മവിശ്വാസവും പിന്നെ കൂടെ തന്നെയുള്ള പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലുമെല്ലാം അവളുടെ മുറിവുകളെല്ലാം മുടക്കി സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പൊരിക്കടികൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കടയിൽ വരുന്നവർക്കെല്ലാം നല്ല അഭിപ്രായവുമാണ്. മാത്രമല്ല ഷാജിക്ക് നല്ല ലാഭമായിരുന്നു ആ കച്ചവടം. ഷാജി വന്നപ്പോൾ ഇലയടയും പഴംപൊരിയും പരിപ്പോടയും ഉള്ളിവടയും മുളക് ബജിയും കുട്ടകളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയാൾ അപ്പോൾ തന്നെ എല്ലാമായി ഹോട്ടലിലേക്ക് പോയി. ദിവസങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. വേണിക്ക് നല്ലൊരു തുക ഷാജി പൊരിക്കടികൾ വിറ്റ് കിട്ടുന്നില്ലെന്ന് കൊടുത്തു തുടങ്ങി. വേണി പറഞ്ഞ പോലെ അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുകയെല്ലാം ഇട്ടത്. ഇടയ്ക്ക് സന്ധ്യയും ഷാജിയുടെയും വീട്ടുകാർ വരികയും ഭാവിയെക്കുറിച്ചും മറ്റും സംസാരിക്കുകയും അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
PG എൻട്രൻസ് എക്സാം എടുത്തും വേണി പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. പുലർച്ചെ എഴുന്നേറ്റ് ഉച്ചവരെ അവൾ പഠിക്കാനിരിക്കും. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് അവൾ കടികളുണ്ടാക്കും. രാത്രിയും പഠിക്കാനിരിക്കും. പൊളിറ്റിക്കൽ സയൻസിൽ PG ചെയ്യാനാണ് അവളുടെ തീരുമാനം. ഒരവസരവും പാഴാക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് അവൾ. ടൗണിൽ തന്നെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചായിരുന്നു വേണിക്ക് എക്സാം. അവൾ നല്ല കോൺഫിഡൻസോടെയാണ് ചെന്നത്. ചോദ്യങ്ങളൊന്നും അവളെ കുഴപ്പിക്കുകയും ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ തോന്നിയവൾക്ക് അവൾ ഒറ്റയ്ക്ക് സന്ധ്യയുടെ സ്കൂട്ടിയിലാണ് എക്സാമിന് വന്നത്. തിരിച്ചു പോകുമ്പോൾ അവർ തങ്ങളുടെ ഹോട്ടലിൽ കയറി. ഉച്ചയൂണ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. അവൾ ഒതുക്കത്തിലകത്തേക്ക് ചെന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ തന്നെയുണ്ട് അച്ഛൻ. അവൾ അടുത്തെത്തിയപ്പോഴാണ് ഷാജി അവളെ ശ്രദ്ധിച്ച്. ആ, നീ ഇങ്ങോട്ട് പോന്നോ? ഈ വെയിലത്ത് വാ, അകത്ത് മോരും വെള്ളമുണ്ട്. നീ ഇവിടുന്ന് കഴിക്കുന്നില്ലല്ലോ? അയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നോട്ട് പറഞ്ഞു. ഇല്ല ചാ, ഞാൻ ഈ വഴി പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. ഇവിടെ നല്ല തിരക്കല്ലേ? അവൾ ചുറ്റും കണ്ണുവായി ചോദിച്ചു. ആ, ഇനിയിപ്പോ 2:30 തിരക്കൊഴിയാ. നീ ഇവിടെ ഇരിക്കുക. പറഞ്ഞുകൊണ്ട് അയാൾ തിരക്കതിൽ കിച്ചൺ ഏരിയയിലേക്ക് ചെന്ന് മോര് വെള്ളം നിറച്ച ജഗും ഒരു ചില്ലി ഗ്ലാസും കൂടി തിരിച്ചു ചെന്നു. അച്ഛൻ ഇരിക്കുന്നിടത്തിരുന്ന് അവൾ ചുറ്റും നോക്കുന്ന കണ്ട് അയാളുടെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. ദാ ഇത് കുടിക്കേ. അയാൾ ഗ്ലാസ്സിലേക്ക് പകർന്ന വെള്ളം അവൾ കയ്യിലേക്ക് വാങ്ങിച്ചു. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, വലിയ കുഴപ്പമില്ലായിരുന്നു അച്ഛാ, നോക്കാം. അവൾ വെള്ളം കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു. അച്ഛനെന്നാ മറക്കാതെ ചോറ് കഴിക്കട്ടോ, ഞാൻ ഇറങ്ങട്ടെ. ഗ്ലാസ് തിരികെ കൊടുത്ത് അവൾ പോവാനിറങ്ങി. ആ, നോക്കി പോട്ടോ. വേണി ചെന്നപ്പോൾ സന്ധ്യ ഉമ്മറത്ത് തന്നെയുണ്ട്. ഹെൽമെറ്റ് തലയിൽ നിന്ന് ഊരി അവൾ അമ്മയെ നോക്കിയതും ചിരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? അവരാദ്യം ചോദിച്ചാൽ അതാണ്. നന്നായി എഴുതിയിട്ടുണ്ടമ്മേ, കുഴപ്പമൊന്നുമില്ല. അവൾ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്, അപ്പൊ തുടങ്ങിയ വിശപ്പാ. അവൾ വയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അകത്തേക്ക് കയറി സെറ്റിലേക്ക് ബാഗ് വെച്ച് അവൾ അവിടെ ഇരുന്നു. ആ, അച്ഛൻ വിളിച്ചിരുന്നു, നീ എത്തിയിട്ട് വിളിക്കാമെന്നും പറഞ്ഞതാ. വിളിച്ചു പറഞ്ഞിട്ട് കൈ കഴുകിയിരിക്കെ, ചോറ് കഴിക്കാം. സന്ധ്യ അവളോട് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു. വേണി അപ്പോൾ തന്നെ ഷാജി വിളിച്ച് വീട്ടിലെത്തിയ കാര്യം പറഞ്ഞു. കൈയും മുഖവും കഴുകി ചെയറിലേക്ക് ഇരുന്നപ്പോഴാണ് സന്ധ്യ പ്ലേറ്റുകളും ചോറും കറികളും ഓരോന്നായി കൊണ്ടുവച്ചത്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എക്സാമിനെ കുറിച്ചും കോളേജിനെ കുറിച്ചുമെല്ലാം അവൾ വാചാലയായി. കുടുംബകോടതിയുടെ മുറ്റത്തേക്ക് വേണിയും ഷാജിയും നന്ദനും ഇറങ്ങി വന്നു. 3 പേരുടെയും മുഖത്ത് വല്ലാത്തൊരു തിളക്കവും ആശ്വാസവും ഉണ്ടായിരുന്നു. ഷാജിയുടെ കാറിലേക്ക് കയറാൻ നേരം അവൾ കണ്ടു. ബൈക്കിൽ ഇരുന്നു കൊണ്ട് അവളെ ഉറ്റുനോക്കുന്ന ഹരീഷിനെ. വേണി പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. കാറ് മുന്നോട്ട് നീങ്ങി. കോടതി വളപ്പിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന അങ്ങനെ നോക്കി നിന്നു അവൻ. ഹരീഷ് തനിച്ചായിരുന്നു വന്നത്. ഡിവോഴ്സിന്റെ അവസാന ഘട്ടമായിരുന്നു ഇന്ന്. ഇനി മുതൽ വേണി ഹരീഷ് നിയമപരമായിട്ട് ഭാര്യ ഭർത്താവല്ല. അവർ ആ ബന്ധത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു. വേണി ഷാജിയും നന്ദനും വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ അമൽ ഉമ്മറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ട്. കോർട്ടിൽ നിന്ന് വിധി വന്നപ്പോൾ തന്നെ നന്ദൻ ചേച്ചിയെ വിളിച്ച് അറിയിച്ചിരുന്നു. അവന്റെ നിർബന്ധപ്രകാരം സന്ധ്യ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ചേച്ചി, ആ മാരണം തലയിന്ന് ഒഴിവായി. നന്ദൻ അത്യധികം സന്തോഷത്തോടെ ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞതാണ്. സന്ധ്യ വേണിയെ നോക്കി. അവളുടെ മുഖത്തെ പിരിമുറുക്കങ്ങളെല്ലാം അവസാനിച്ച പോലെ വല്ലാത്തൊരു തെളിച്ചം വന്നിട്ടുണ്ട്. സന്ധ്യ പെട്ടെന്ന് തന്നെ എല്ലാവർക്കുമായി ഗ്ലാസുകളിൽ പായസം പകർന്നു കൊടുത്തു. കോടതിയിലെ മറ്റു കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നവരോട് കാര്യങ്ങൾ അറിയിച്ച് അവരിരുന്നു. ഹരീഷ് വീട്ടിലെത്തിയപ്പോൾ തറവാട്ടിലെ എല്ലാവരും കൂടെ ഗീതയും സുഗണിനും നന്ദനയും ഒക്കെ ഉണ്ട് വീട്ടിൽ. അവൻ അമ്മയെ നോക്കി. അമ്മ അറിയാതെ വന്നാണെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സിലായി. ആ ബന്ധം ഒഴിഞ്ഞല്ലോ അല്ലേ? അവനെ കണ്ടതും ഇളയച്ചൻ ചോദിച്ചു. ഒന്ന് മൂളി അവൻ അമ്മയുടെ അരികിൽ തന്നെ ഇരുന്നു. അതേതായാലും നന്നായി. ഇനിയിപ്പോ കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കണ്ട. ഞങ്ങളെല്ലാവരുടെയും തീരുമാനം അന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കെട്ട് നടത്താന്നാ. ഇളയച്ചൻ അവനെ നോക്കി പറഞ്ഞു. ആദ്യം വീട്ടുകാർ മാത്രമായിട്ട് ഒരു മോതിരമാറ്റൽ ചടങ്ങ് നടത്താം. 3 മാസമെങ്കിലും കഴിയേണ്ട കല്യാണം നടത്താൻ. അത് കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് താലി കെട്ടും. ബാക്കി ഇളയമ്മയും പറഞ്ഞു. എല്ലാവരുടെയും നോട്ട് ഹരീഷിലാണ്. അവനാണെങ്കിൽ തലതാഴ്ത്തിയിരിക്കുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. ജാതകം കാഞ്ഞിട്ട് ആ പെണ്ണിന് ആദ്യ ബന്ധം ശരിയാവുന്നില്ല. ഇപ്പൊ അത്രയും ഇല്ല. കെട്ടുന്നില്ലെങ്കിൽ വേണ്ട. പേരുദോഷം കേൾപ്പിക്കാതിരുന്നാ മതി. അച്ചമ്മ അവരുടെ ഉള്ളിലുള്ള അപ്പോൾ തന്നെ പറഞ്ഞു. എല്ലാവരും തീരുമാനിക്കുന്ന പോലെ. അത്രമാത്രം പറഞ്ഞ് ഹരീഷ് പതിയെണീറ്റ് മുകളിലേക്ക് പോയി. ഹരീഷിന്റെ എതിർപ്പ് മാത്രം പ്രതീക്ഷിച്ചിരുന്നവർക്ക് അവൻ അങ്ങനെ പറഞ്ഞ് വലിയൊരു സമാധാനം നൽകി. അപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആളുകളുടെ കളിയാക്കലും പരിഹാസവും എല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല അതിൽ പിന്നെ നന്ദനയ്ക്ക് വേറെ ആലോചനകൾ ശരിയാവുന്നുമില്ല. അടുത്തറിയുന്നവർക്ക് അവളൊരു വളരെ മോശം പെൺകുട്ടിയായി വിലയിരുത്തപ്പെട്ടു. കൊല്ലം 1 കഴിഞ്ഞിട്ടും അവളെ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത്. അതോടെ നന്ദനക്കാകെ മടുപ്പായി. അവളൊരു പരിപാടികൾക്കും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഇപ്പോൾ അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പോലെ ജീവിക്കാമെന്ന മനോഭാവമാണ് അവൾക്ക്. ഹരീഷിനെ എതിർപ്പൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹം കൈവന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് മടുപ്പിക്കാതെ അവർ നിശ്ചയത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സുധാമിക്ക് അവന്റെ മനപ്രയാസം തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും അവർ ഇത് തന്നെയാണ് ശരിയായത് എന്നൊരു മനോഭാവത്തിലായിരുന്നു. എല്ലാവരും വർത്തമാനത്തിൽ മുഴുകിയപ്പോൾ നന്ദന മുകളിലേക്ക് ചെന്നു. ഹരീഷിന്റെ റൂമിന്റെ വാതിക്കൽ നിന്ന് നോക്കിയപ്പോൾ അവൻ ബെഡിൽ കിടക്കുന്ന കണ്ടു.
അവൾ അകത്തേക്ക് കയറി അരികിൽ ചെന്നിരുന്നു. അവൻ മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി. കുറച്ചു സമയം രണ്ടാളൊന്നും മിണ്ടിയില്ലെങ്കിലും ഹരീഷ് തന്നെ അവളോട് ചോദിച്ചു, നീ ഓക്കെ അല്ലേ കല്യാണത്തിന്? അതോ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചാണോ? എന്തായാലും നാറി, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി. അവളുടെ മറുപടി കേട്ട് അവനൊന്ന് വിശ്വസിച്ചു. ഏട്ടനെന്താ ഇപ്പോഴും സെന്റിമൂഡിലാണോ? അവൾ തിരിച്ചു ചോദിച്ചു. ഏയ്, അതൊക്കെ കഴിഞ്ഞു. സ്വയം വരുത്തി വെച്ചല്ലേ, അതങ്ങ് അംഗീകരിച്ചപ്പോൾ തന്നെ പകുതി വർഷം തീർന്നു. ഇനിയിപ്പോൾ എല്ലാവരും തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ. കോടതിയിൽ നടന്നതോ വേണിയെ സംബന്ധിച്ച് ഒരു സംസാരം ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കാത്തതുകൊണ്ടാവാം അങ്ങനെ ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായില്ല. ഹരീഷിന്റെയും നന്ദനയുടെയും വളരെ അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രം ചേർന്ന ഒരു ചടങ്ങ് സുഗണന്റെ വീട്ടിൽ വെച്ചാണ്. മുറ്റത്തെ ചെറിയ പന്തലിൽ മണ്ഡപത്തിലെ ഇരിപ്പിടത്തിൽ ഹരീഷ് ഇരുന്നു. തൊട്ടരികിലായി നന്ദനയും. മോതിരങ്ങൾ പരസ്പരം വിരലുകളിൽ അണിയിക്കുമ്പോൾ ഹരീഷിന്റെ ഉള്ളിൽ മുന്നേ നടന്നൊരു ചടങ്ങായിരുന്നു. വേണിയുടെ വിരലിൽ തന്റെ പേര് കൊത്തിയ മോതിരം അണിയിച്ച നിമിഷങ്ങൾ. അവൻ തലയൊന്ന് വെട്ടിച്ച് ആ ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചു. നന്ദനയെ നോക്കിയവൻ. അവൾ സന്തോഷവതിയാണ്. ഓരോ നിമിഷങ്ങളും പുഞ്ചിരിയോടെ ആസ്വദിക്കുകയാണ്. അവൾ മാത്രമല്ല, ചുറ്റിനുമുള്ള പ്രിയപ്പെട്ടവരെല്ലാം. ഗീതയുടെയും സുഗണന്റെയും ഉള്ളിലെ വേവ് കുറഞ്ഞ പോലെ തോന്നി ആ കാഴ്ചയിൽ. കൊഞ്ചിച്ചു വളർത്തിയ മകളുടെ പ്രവൃത്തി അവർ വളരെയധികം സങ്കടത്തിലാഴ്ത്തിയിരുന്നെങ്കിലും അവളുടെ ഭാവിയോർത്ത് അവർ അത്യധികം ആകുലപ്പെട്ടിരുന്നു. ഒരുമിച്ച് നിന്നുള്ള കുറച്ചധികം ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കാനിരുന്നത്. അപ്പോഴേക്കും ഹരീഷ് നന്ദനെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഒരു മൂളിപ്പാട്ടോടെയാണ് വേണി വീട്ടിലേക്ക് എത്തിയത്. പുതിയ ക്ലാസ്സുകളും സുഹൃത്തുക്കളും എല്ലാം അവൾക്ക് നന്നായി ബോധിച്ചിരുന്നു. കഴിഞ്ഞുപോയ മോശം കാര്യങ്ങളൊന്നും തന്നെ അവളിപ്പോൾ ഓർക്കാൻ പോലും ശ്രമിക്കാറില്ല. വീട്ടിൽ നിന്ന് 3/4 മണിക്കൂർ യാത്രയുണ്ട് കോളേജിലേക്ക്. രാവിലെ അച്ഛനൊപ്പം ഇറങ്ങുന്നവൾ ടൗണിൽ നിന്ന് ബസ് കയറി പോകും. വൈകുന്നേരം അച്ഛനെ കാത്തു നിൽക്കാറില്ല. അവൾ നേരെ വീട്ടിലേക്ക് വരും. ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെയായി അവൾ ശരിക്കും തിരക്കിലാണിപ്പോൾ. വേണി ചെന്നപ്പോൾ അമൽ അമ്മയോട് സംസാരിക്കുകയാണ്. എന്താ അമ്മേ, കുഞ്ഞുമോൾ ചേച്ചിയുടെ സ്റ്റോറി ഉണ്ടോക്ക്? അവരുടെ എൻഗേജ്മെന്റ് ആയിരുന്നു ഇന്ന്. അവൻ കയ്യിലെ ഫോൺ അമ്മയ്ക്ക് നീട്ടുന്ന കണ്ടു. കുഞ്ഞുമോൾ എന്ന പേരിൽ വേണി ഒന്ന് സംശയിച്ചു. ആരുടെ എൻഗേജ്മെന്റ് ആടാ? അവൾ ചോദ്യത്തോടെ അവർക്കടുത്തേക്ക് ചെന്നു. സന്ധ്യക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് അമൽ പറയുകയും അതേസമയം തന്നെ വേണി അമ്മയുടെ കയ്യിലെ ഫോണിലേക്ക് എത്തി നോക്കുകയും ചെയ്തു. ചേച്ചി, ആ ഹരീഷും നന്ദനയും അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അമർഷത്തോടെ അമൽ ചാടിക്കേറി പറഞ്ഞു. ഒരു ഞെട്ടിലോടെ വേണിയുടെ കണ്ണുകൾ ഫോണിലെ ഫോട്ടോയിലേക്ക് നീണ്ടു. നന്ദനയുടെ വിരലിൽ മോതിരം അണിയിക്കുന്ന ഹരീഷ്. അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു. കുഞ്ഞുമോളുടെ ഇൻസ്റ്റയിലെ സ്റ്റോറിയാണ്. പുഞ്ചിരിയോടെ ചേർന്ന് നിൽക്കുന്നവർ, അമ്മയും അമ്മായിയും ബാക്കി ബന്ധുക്കളും. എല്ലാവരോടൊപ്പമുള്ള ഫോട്ടോസ് ഉണ്ട്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് പോസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാപ്പിന് ശേഷം വേണി ഫോൺ അമ്മയ്ക്ക് തന്നെ കൊടുത്തു. അതിനിപ്പോ എന്താ, ഇനിയിപ്പോൾ അവിധത്തിന്റെ ആവശ്യമില്ലല്ലോ. വേണിയൊരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.